സന്നിധാനത്ത് ഭക്തരുടെ എണ്ണത്തിലുണ്ടാകുന്ന വലിയ വർധനവ് ഇന്നും തുടരുകയാണ്. ഇന്നലെ മാത്രം മല ചവിട്ടി ദർശനം നടത്തിയത് 85,000-ന് മുകളിൽ തീർത്ഥാടകരാണ്. പുതിയ പരിഷ്കാരങ്ങൾ ഇനിയും നടപ്പിലാക്കാനിരിക്കെയാണ് ദേവസ്വം ബോർഡ്. എന്തായാലും വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ് സൂചിപ്പിച്ചതുപോലെ പുതിയ പരിഷ്കാരങ്ങളെല്ലാം വരാനിരിക്കുന്നു. ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവ് തുടരുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ ഇത് കൂടും എന്ന് തന്നെ നമ്മൾ കാണണ്ടേ? സ്വപ്ന, തീർച്ചയായും ഇന്ന് പുലർച്ചെയും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 25,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മുടങ്ങുന്ന സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിലും കൂടുതൽ ഭക്തജന തിരക്ക് സന്നിധാനത്ത് വർദ്ധിക്കുവാനാണ് സാഹചര്യമുള്ളത്. കൂടുതൽ പരിഷ്കാരങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അനുമാനിക്കുന്നത്. എന്തായാലും ഈ പരമ്പരാഗത നടപ്പാത വഴി എത്തുന്ന ഭക്തർക്കുൾപ്പെടെ അവർക്ക് ക്യൂ നിൽക്കാതെ ഉള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിലേക്ക് വലിയൊരു ഭക്തജന തിരക്കിലേക്ക് നയിക്കാനുള്ള കാരണം. കൃത്യമായൊരു ഏകീകരണം ഇത്തവണ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് ഇപ്പോൾ സന്നിധാനത്തുണ്ട്. വരും മണിക്കൂറുകളിലും അത് വർദ്ധിക്കുവാനുള്ള സാഹചര്യമാണുള്ളത്. ഇന്നലെ മാത്രം 85,000-ന് മുകളിൽ ഭക്തജനങ്ങളാണ് സന്നിധാനത്തെത്തി മുടങ്ങുന്ന സാഹചര്യമുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ ഉഷപൂജ ഉൾപ്പെടെ നടക്കാൻ ഇരിക്കുകയാണ്. 7:30 ഉഷപൂജ നടക്കും. രാവിലെ പുലർച്ചെ 3 മണി മുതൽ വലിയ ഒരു ഭക്തജന തിരക്ക്, അത് കാനനപാതയിലൂടെ ആണെങ്കിലും മറിച്ച് പമ്പയിലൂടെ ആണെങ്കിലും വലിയൊരു തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന.